ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Subtitles. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു യോക്ക് ബേബി ഫ്രോക്കാണ്. ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 മീറ്റർ കോട്ടൺ പ്രിൻറ്റഡ് ഫാബ്രിക്കാണ്. പിന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു വൈറ്റ് ക്ലോത്ത്, അതൊരു 1/4 മീറ്ററും എടുത്തിട്ടുണ്ട്. ഒരു 2 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഇന്ന് ഈ ഫ്രോക്ക് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആ 1/2 മീറ്റർ ഫാബ്രിക്കിനെ ഞാൻ 2ആയിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പീസ് ഫാബ്രിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീതിയായിട്ട് ഞാൻ ആ തുണിയുടെ വീതി തന്നെയാണ് എടുക്കുന്നത്. നീളം ഒരു 17 ഇഞ്ചാണ് ഞാൻ നീളമായിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ടിനി ഇത് സെൻറ്റർ കണ്ട് ഈ 2 പീസും സെൻറ്റർ കണ്ട് ഒന്നുകൂടി ഒന്ന് മടക്കിയെടുക്കുക. ഈ തുണി ഇപ്പം 4 ഫോൾഡാണ് കിടക്കുന്നത്, കണ്ടോ? ഇത് ഓപ്പൺ സൈഡാണ് കേട്ടോ, ഇത് ഫോൾഡഡ് സൈഡ്. ഇനി നമ്മൾ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത് ഈ ഓപ്പൺ സൈഡിൽ നിന്നാണ്. ഇവിടെ നിന്നും ഒരു 2.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക സൈഡിലോട്ട്. അതുപോലെ തന്നെ ഈ 2.5 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുക. താഴോട്ട് മാർക്ക് ചെയ്ത് നമ്മൾ ഇതിനെ ഒരു ബോക്സ് ഷേപ്പ് പോലെ വരച്ച് യോജിപ്പിക്കുക. ശേഷം നമ്മൾ ഇവിടെ ഒരു കർവ് ഷേപ്പ് കൊടുക്കുക. അപ്പോൾ ഇത് ആം ഹോൾ കർവാണ്. അപ്പോൾ ഇത്രയും വരച്ചതിന് ശേഷം ഇനി നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ പോകുന്നത് ഫോൾഡഡ് സൈഡിലാണ്. അപ്പോൾ ഫോൾഡഡ് സൈഡിലോട്ട് താഴോട്ട് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ടേപ്പ് വെച്ചിട്ട് നമ്മളിപ്പോൾ വരച്ച ആ പോയിന്റിലേക്ക്, അതായത് ആം ഹോൾ കർവിൻ്റെ ആ പോയിന്റിലേക്ക് നമ്മൾ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് യോജിപ്പിക്കുക. എന്നിട്ട് ഇതിന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്കിപ്പോൾ ഫ്രണ്ടും ബാക്കും പീസസ് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഞാൻ ഈ പ്ലെയിൻ വെള്ളത്തുണി എടുത്തിരിക്കുകയാണ്. അത് 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നീളവും വീതിയും ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 13 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 13 ഇഞ്ചിൻ്റെ 2 പീസ് തുണി എടുത്ത് ഇതുപോലെ 2ആയിട്ട് മടക്കി അതിനെ വീണ്ടും ഒന്നുകൂടി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫോൾഡഡ് സൈഡിൽ നിന്നാണ് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യേണ്ടത്. കണ്ടോ, ഞാൻ കാണിച്ചു തന്നില്ല ആ മടക്ക് ഭാഗം, അവിടെ നിന്നാണ് മെഷർമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ 2.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ 2.5 ഇഞ്ച് ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുക. പിന്നെ ആ കോർണറിൽ നിന്ന് നമ്മൾ ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇപ്പുറത്തെ അറ്റം വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റ് എല്ലാം കൂടി യോജിപ്പിച്ച് ഒരു വര വരയ്ക്കുക, ഒരു കർവ് വരയ്ക്കുക. കാരണം ഇതുപോലെ ഒരു കർവ് കിട്ടും. ശേഷം ആ കർവിൽ നിന്നും താഴേക്ക് നമ്മൾ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. നേരത്തെ പോലെ 3 ഇഞ്ച് ഈ സൈഡ് വരെ മാർക്ക് ചെയ്തങ്ങ് പോവുക. ശേഷം അതെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുക. അപ്പം അങ്ങനെ നമ്മൾ 2 ഭാഗവും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഓപ്പൺ ചെയ്തെടുത്തപ്പോൾ ഇതുപോലെ സർക്കിൾ ഷേപ്പ് കിട്ടി. ശേഷം അത് ജോയിൻ ചെയ്ത ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുക്കണം. കണ്ടോ? അപ്പം നമുക്ക് നോക്കിയാൽ 2 സർക്കിളിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇത് നമ്മൾ ഇനി എടുത്ത് മാറ്റി വെക്കുക. ഇതെന്താ ചെയ്യേണ്ടതെന്ന് പിന്നെ കാണിച്ചു തരാം. ഇനി ആം ഹോളിൽ സ്റ്റിച്ച് ചെയ്യുന്നതിനായി കുറച്ച് ക്രോസ് പീസസ് കട്ട് ചെയ്തെടുക്കുക. 1.5 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസസ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ 2 പീസ് തുണി എടുക്കുക. അതിൽ നിന്നും ഒരു പീസ് മാറ്റി വെക്കുക. അതായത് ഒരു പീസ് എടുക്കുക. ഒരു പീസ് എടുത്ത് അത് നല്ല വശത്താണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇത് നല്ല വശമാണ്. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ആ ക്രോസ് പീസ് എടുത്ത് 2ആയിട്ട് മടക്കുക. ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ആം ഹോളിൻ്റെ ആ ഭാഗത്ത് ഇതുപോലെ മടക്കി വെച്ച് അത് ഒന്ന് ആ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 1/4 ഇഞ്ച് മാറ്റി എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ സൈഡും ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ തുണിയുടെ കഷ്ണങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്തതിന് ശേഷം ഞാനിത് റോങ് സൈഡിലേക്ക് തിരിച്ചിട്ടതിന് ശേഷം നോച്ചസ് ഇട്ട് കൊടുക്കുക. അപ്പം നോച്ചസ് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്റ്റിച്ചിൽ കയറി പോകരുത് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിച്ചിൽ കയറി പോകരുത്, സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകരുത്. അപ്പോൾ അത് പിന്നെ കീറി പോകാനൊക്കെ സാധ്യതയുണ്ട്. ശേഷം നമ്മൾ ആ മടക്കി വെച്ച ആ ഭാഗം റോങ് സൈഡിലേക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ഭാഗത്തിൻ്റെ അറ്റത്തു കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പീസാണ്.
അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസിലും ചെയ്യണം. അപ്പം ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ബാക്ക് പീസിലും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ആം ഹോളിൻ്റെ ആ ഭാഗമൊക്കെ അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസസ് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ഇത് മാറ്റി വയ്ക്കുക. നമ്മൾ ആ വെള്ള പീസ് തുണി എടുക്കുക, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെടുത്തതിന് ശേഷം അതൊന്ന് നിവർത്തിയിടുക. അപ്പം നമുക്കറിയാം ഇത് 2 പീസ് തുണിയുണ്ട് അല്ലേ. അപ്പോൾ ആ 2 പീസ് തുണിയുണ്ട്. സോ ഇതൊന്ന് നിവർത്തിയിട്ടിട്ട് അതിൻ്റെ അകത്തെ ആ ഭാഗം ദാ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ശേഷം ദാ ഈ പുറത്തെ ആ ഭാഗത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് നോച്ചസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് മറിച്ചെടുക്കുക. അപ്പോൾ ഞാനത് നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റം അത് രണ്ടും ഒന്ന് കൂട്ടി തയ്ച്ച് കൊടുക്കണം. അപ്പോൾ അത് ഫോൾഡ് ചെയ്തതിന് ശേഷം എന്താ ഈ അറ്റം ഒന്ന് കൂട്ടി തയ്ച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്തിട്ട് ഇതൊന്ന് തേച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത്രയും ചെയ്തെടുക്കുക. അപ്പം ഞാൻ അത് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഈ ഫോൾഡഡ് ആയിട്ടുള്ള സൈഡിൽ നിന്നും 2.5 ഇഞ്ച് ഈ സൈഡിൽ നിന്നും മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്നും 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിൽ ഇതുപോലെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മൾ ഇത് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ആ ഫ്രണ്ട് പീസിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ ആ സർക്കിളിൻ്റെ റൗണ്ട് വെച്ച് കൊടുക്കുക. ശേഷം നമുക്കറിയാം നമ്മൾ 2.5 ഇഞ്ച് എവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഒരു സൈഡിൽ ഇതുപോലെ ഞുറി വിട്ട് കൊടുക്കുക. ഞുറി വിട്ട് കൊടുത്ത് നമ്മൾ ഞുറിവ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ആ 2.5 ഇഞ്ചിൻ്റെ ഈ മാർക്ക് ചെയ്ത പോയിന്റിൻ്റെ അവിടെ കൊണ്ട് ഇത് വെക്കണം. എന്നിട്ട് ഇതൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ശേഷം ഈ സൈഡ് അതുപോലെ തന്നെ നമ്മൾ ഞുറി വിട്ട് കൊടുത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ 2.5 ഇഞ്ച് എവിടെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ ആ പോർഷനിലാണ്. സോ അവിടെ കറക്റ്റ് ഞുറി വിട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് 2.5 ഇഞ്ച് പോർഷൻ്റെ അവിടെ ഈ തുണി കൊണ്ട് വെക്കുക. ശേഷം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 2 ഭാഗം അതായത് ഫ്രണ്ടും ബാക്കും ഞാൻ ആ മെയിൻ പോർഷനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, യോക്ക് പോർഷനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ശേഷം ഇത് നമ്മൾ സെൻറ്റർ കണ്ടൊന്ന് ഫോൾഡ് ചെയ്യുക. സെൻറ്റർ കണ്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇവിടെയും ജോയിൻ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെയും ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി ചെയ്യാനുള്ളത് അടിഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അതും ചെയ്യുക. ഇനി നമ്മൾ ഡ്രസ്സിൽ ബോ പിടിപ്പിക്കുന്നതിനായി ഇതുപോലെ ചെറിയ പീസ് തുണി എടുക്കുക. ഞാനിത് ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ശേഷം അതിൻ്റെ 2 എഡ്ജും അകത്തേക്ക് മടക്കുക, സെൻറ്ററിലേക്ക് മടക്കുക. ശേഷം അതിനെ നമ്മൾ സെൻറ്റർ കണ്ടൊന്ന് ഫോൾഡ് ചെയ്ത് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതുപോലെ സ്ക്വയർ പീസിലുള്ള ഒരു വൈറ്റ് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് തുണി എടുത്ത് അത് ഡയഗണലായിട്ട് ഫോൾഡ് ചെയ്തു. ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്പൺ സൈഡിൽ ഇത് നമ്മുടെ ആ വള്ളി അതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇത് ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കണം. അപ്പോൾ അത് ഈ 2 സൈഡും ഞാൻ അതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഉടുപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഉടുപ്പെടുത്ത് ഇതേപോലെ ഒരു ലൂപ്പ് ഉണ്ടാക്കി കണ്ടോ ഇങ്ങനെ മടക്കി വെച്ചിട്ട് അത് നമ്മളൊരു സൈഡിലോട്ട് ഇതുപോലെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഉടുപ്പ് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.